വീടിന്റെ അവിടുന്ന് നെയ്തലക്കാവ് അമ്പലത്തിലോട്ട് നമ്മൾ എങ്ങോട്ടാ നമ്മുടെ യാത്ര? നമ്മള് നെയ്തലക്കാവ് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലത്തിലേക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്, മാക്സിമം 5 മിനിറ്റ് അത്രേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് എടുക്കുന്നു. ഇവിടുന്ന് വന്ന് മെയിൻ റോഡിലോട്ട് ചാടുന്നു. ഇവിടുന്ന് റൈറ്റ് കാണുന്ന അമ്പലം അല്ലേ? എക്സാക്ട്ലി. നേരെ കാണുന്നതാണ്. അവിടുന്ന് കയറാം. ശരിയാണല്ലോ. അപ്പൊ ഇന്നൊരു ചേഞ്ച് ആവട്ടെ അല്ലേ? എനിക്ക് ഈ ഒരു നടയില് ഭയങ്കര ഒരു തിരക്കല്ലേ, അതാണ്. ഇവിടെ അതുവഴി കയറുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മള് ശക്തൻ മാർക്കറ്റിലോട്ടല്ലേ? ശക്തൻ മാർക്കറ്റിൽ എന്ത് വാങ്ങാനായിട്ടാണ് പോകുന്നത്? ചെമ്മീൻ. അവിടെ ചെന്ന് നോക്കാം നമുക്കല്ലേ. ചെമ്മീൻ ചോറാണ്, ചെമ്മീൻ കിഴിച്ചോറ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം അത് നമുക്ക് ചെമ്മീൻ കിട്ടുമോ നമുക്ക് ശക്തൻ മാർക്കറ്റിൽ ചെന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ശക്തൻ മാർക്കറ്റിലോട്ട് നമ്മുടെ വീടിനോട് എത്ര കിലോമീറ്റർ ഉണ്ട്? ശക്തൻ മാർക്കറ്റിലോട്ട് അറിയത്തില്ല, എനിക്കറിയത്തില്ല. നോക്കാൻ പറയാം. ഏട്ടൻ പറ. അല്ല, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് DTയിലെ സഞ്ജീവ് ഏട്ടനാണ്. ആ ബ്രോ, എവിടാ? ഞാൻ വീട്ടില്. ഉറങ്ങാൻ പോവാണോ? ഉറങ്ങാൻ പോലും. ഞാന് ആദ്യം ഇങ്ങോട്ട് ഞാൻ പപ്പന്റെ വീട്ടിലൊന്ന് പോയതായിരുന്നു. അത് അവിടുന്ന് കുറച്ച് സംസാരിച്ച് ഇവിടെ എത്തിയപ്പോൾ മെയിൻ റോഡിൽ കയറി ശരി ശരി. അതിന്റെ ഒരു കാറ്റഗറി ഇതാണ്. മെയിൻ റോഡ്, അതായത് ഷൊർണൂർ റോഡാണ്. തൃശ്ശൂർ ഷൊർണൂർ റോഡിലേക്കാണ് നമ്മള് കയറുന്നത്. ഇതാണ് വിയൂർ പാലം ചെയ്തേക്കുന്നത്. ഇതാണ് വിയൂർ പാലം, വിയൂർ ബ്രിഡ്ജ്. ആ ഓട്ടോ തിരിഞ്ഞു പോയ അവിടെയാണ്. അതാണ് ദയ ഹോസ്പിറ്റൽ. ഇതാണ് ദയ ഹോസ്പിറ്റൽ. ഇതാണ് നമ്മുടെ മറ്റേ ENT ക്ലിനിക്ക്. എനിക്ക് പാട്ട് ഇഷ്ടമല്ല. ബസ്സും വന്നത് ഓടിക്കൊണ്ടുപോയി. തൃപ്രയാർ അവിടെ ഇടുന്നതിനെ കുറിച്ചുള്ള ഐഡിയ ഉണ്ടോ? വണ്ടി അതിനകത്തിടാം. പോർക്ക്, ചിക്കൻ. 15 മിനിറ്റ് ഉണ്ട്. പോർച്ചലോ
ഞങ്ങള് ശക്തൻ മാർക്കറ്റിൽ നിന്ന് മീൻ മേടിച്ചു. മത്തി, പ്രാലം, അങ്ങനെ എന്തോ മീൻ വറക്കാനായിട്ട്. പിന്നെ ഒരു കുഞ്ഞു മഴ തോടി വരുന്നുണ്ടോ. പിന്നെ നമ്മൾ ചെമ്മീനും മേടിച്ചിട്ടുണ്ട്. ചെമ്മീൻ നമുക്ക് കിഴി പോലെ, ചെമ്മീൻ ചോറ് പോലെ കിഴിയൊക്കെ കെട്ടി ഉണ്ടാക്കാനാണ് നമ്മുടെ ഒരു പ്ലാൻ. അങ്ങനെയാണ്. സമയം സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമുക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ശക്തൻ മാർക്കറ്റ്. അതിശക്തം. നമ്മൾ ഇവിടുന്ന് സ്ഥിരം മേടിക്കുന്നത് കേട്ടോ. ഡിസ്കൗണ്ട് തരണം. അല്ല, അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത്. അനങ്ങുമ്പോ എല്ലാം ഒന്നിച്ചാണ് ഇല്ല. പക്ഷെ അവിടെ വെയിൽ കൊണ്ട് കടയിൽ പച്ചക്കറി കട നിൽക്കാൻ വയ്യല്ലേ ഞങ്ങൾക്ക്. മറ്റേ പുള്ളിക്കാരനല്ലേ, പുള്ളി ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നു. DJ ഓപ്പൺ ചെയ്യും. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ? സമയം 1:30 ആവുന്നു. 2 മണിക്ക് നമ്മുടെ ഫുഡ് റെഡി ആവണം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ്. ഇൻ ബിറ്റ്വീൻ നമ്മുടെ എനർജി ബൂസ്റ്റർ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈഡ് ബാക്കിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മളത്
വായിലിട്ട് നിൽക്കുന്നു. ചേട്ടന്മാരും പോന്നോ? അതെ നീ വിളിച്ചില്ലേ മിഠായി കൊടുക്കാം. ആരാ പറഞ്ഞേ മിടിക്കണ കേട്ടോ ഇരിപ്പുണ്ട് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചോളാൻ പറഞ്ഞു. ഇതുവരെ ഉറക്കം വരുന്നത് helicopter. മീനമാണോ ഇത് അടുത്ത കല്ലുപ്പ് മുട്ടരോ ഇതിലേക്ക് വ്യൂ കുറവായിരിക്കും. ഏട്ടൻ ഷൂട്ട് ആണോ? എനിക്ക് മനസ്സിലായി ഏട്ടാ. ഏട്ടനിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്റെ മനസ്സിലിരിപ്പതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. മീൻ വറക്കാനുള്ള മസാല എന്തൊക്കെയുണ്ട്? മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ശർക്കര, വെളിച്ചെണ്ണ ഒഴിച്ചല്ലോ. വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി അതിലുണ്ടാകുന്ന എടുത്തു നോക്കുകയാണ്. വെളിച്ചെണ്ണ നമ്മുടെ വെളിച്ചെണ്ണ അല്ലേ മീൻ വറക്കാൻ നല്ല വെളിച്ചെണ്ണ. കറിവേപ്പില ഇടുവോ ഇതിനകത്ത്? നമ്മൾ വറക്കും. ഇപ്പം കറിവേപ്പില ഇടണ്ട. വറുത്തതിനകത്ത് കറിവേപ്പിലയുടെ തള്ളി ഇടുവാണെങ്കിൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ മീൻ മണങ്ങില്ല. മസാലക്കകത്ത് കറിവേപ്പില ഇടുന്നില്ലേ? ഇപ്പോൾ മസാലയ്ക്കകത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ മീൻ വറക്കുമ്പം എണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്ത് കറിവേപ്പിലയുടെ തണ്ടിടുവാണെങ്കിൽ ആ നല്ലപോലെ അതിൻ്റെ ഫ്ലേവർ എണ്ണയിലോട്ട് ഇറങ്ങും. എണ്ണയിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ അത് മീനെ പിടിച്ചോളൂ. അങ്ങനെയാണോ മീനെ പിടിക്കുന്നത്? നമ്മളിവിടെ അങ്ങനെയാണ്. മൈ ഗോഡ്, മൈ ഗോഡ്. ഗിരിയേട്ടന് വാഴ വേണമെന്നുണ്ട്. നീ മമ്മിയെ നോക്കുന്നത് എന്തിനാ? എന്നോട് അയ്യേം പറഞ്ഞ് വെള്ളം
അമ്മച്ചിയുടെ റോസുവേ ആരുന്ന് എന്തിനാടി അമ്മ കേക്ക് വന്നിട്ടായിരുന്നു. ആണോ എന്താ പറയുന്നത് നമുക്ക് മിസ് പലവട്ടം വന്നിട്ടില്ലേന്ന് കൊണ്ടുപോയാൽ ഞാൻ കൊണ്ടുപോയില്ലേ. നാളെ തന്നു കൊടുത്തില്ല അമ്മച്ചി കേട്ടോ. അപ്പൊ മോൻ എന്താ പറഞ്ഞു? ആർക്കത് പിള്ളേർക്ക് അത് പൊട്ടിക്കാൻ പറ്റില്ല. ഞാനില്ല ഇത് വലിച്ചേ വലിച്ചേ. ഇല്ല മമ്മി പറഞ്ഞു. ഓ ചിക്കനൊക്കെ ഉണ്ടല്ലോ. എടി ഇത് വാഴയിട്ട് അതെ ഇത് എങ്ങനെ റെഡി? റെഡിയാക്കി. അച്ഛാ അവിടെ ആണോ എവിടെ? കുറച്ചുകൂടി ബിരിയാണിയാണ്. അമ്മയുടെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂ. ആ ഇപ്പം മുഖം എല്ലാവരും ഉണ്ടോ? അച്ഛനുണ്ടോ? അച്ഛനുണ്ട്. അച്ഛൻ കൂടുതലായിട്ടിരുന്നുണ്ട്. അമ്മേ സൈഡ് വരുമ്പോ മാത്രമേ ഉള്ളൂ അമ്മയെ കാണുന്നു. അമ്മയുടെ ഇച്ചിരി മുഖം കാണാം. എടുക്കാൻ ഇല്ല എനിക്ക് വേണ്ട. റൈസിനകത്ത് പ്രോൺസോ തീർന്നു. നല്ല കഴിച്ചോ അല്ലേ? അമ്മ ചെമ്മീൻ തീർന്നു. ഒരു ചെമ്മീനേ ഉള്ളോ? പാത്രം എനിക്ക് ഈ ഇരുന്ന മീൻ മൊത്തം അച്ചായിരുന്നു. ഒന്നുകൂടി എത്ര മണിയായപ്പോഴേ ഇതുകൊണ്ട് ഇങ്ങോട്ടാ 1 മണിയുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചോളാം. ഇന്ത്യ